മലയാളികളുടെ ഇഷ്ടനടിയാണ് നവ്യ നായർ. നവ്യയുടെ അമ്മായിയമ്മ കഴിഞ്ഞ ആഴ്ചയിലാണ് മരണപ്പെട്ടത്. തനിക്ക് വലിയ താങ്ങും തണലുമായിരുന്നു ഭർതൃമാതാവ് എന്ന് നവ്യ പറഞ്ഞെങ്കിൽ മരുമകൾക്ക് ആ വീട്ടിൽ ഇന്നും ഒരു വലിയ സ്ഥാനം നിലനിർത്തിയ ആള് തന്നെയാണ് നവ്യയുടെ അമ്മായിയമ്മ. അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മായിയമ്മ വേണമെന്ന് ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാകുമോ? വിവാഹശേഷം തീർത്തും അപരിചിതമായ ഒരു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പലരുടെയും മനസ്സിലെ പ്രധാന ആശങ്ക ഭർത്താവിൻ്റെ അമ്മയുടെ പെരുമാറ്റം എങ്ങനെയാകും എന്നാണ്. നടി നവ്യ നായരുടെ അമ്മായിയമ്മ ശാന്ത മേനോന്റെ വിയോഗശേഷം അവർ കുറിച്ച വാചകങ്ങൾ കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചു. ഭർതൃമാതാവ് ഇനിയില്ല എന്ന സാഹചര്യത്തെ ആ വിളക്കണഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യ പരാമർശിച്ചു തുടങ്ങിയത് പോലും. അത്രയേറെ വിലപ്പെട്ട ഒരു അമ്മായിയമ്മ മരുമകൾ ബന്ധമാകണം അവർക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കുക. ശേഷം ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ നടന്ന മരണാനന്തര ചടങ്ങുകളുടെ ദൃശ്യശകലങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേർന്നു. വീടിന്റെ ഉമ്മറത്ത് ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്ന നവ്യയെ പലരും കണ്ടു. ശേഷം കർമ്മങ്ങൾ ആരംഭിച്ചപ്പോൾ വിതുമ്പൽ ഉള്ളിലൊതുക്കാൻ പാടുപെട്ട് അമ്മയുടെ ചുറ്റും തൊഴുകൈകളോടെ വലതു വയ്ക്കുന്ന നവ്യയായിരുന്നു പിന്നീട്. കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന കുടുംബിനി തന്നെയാണ് നവ്യ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വേണ്ടപ്പെട്ട സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും സമയവും വിലയും കൽപ്പിക്കുന്ന ആളാണ് നടി നവ്യ നായർ. നവ്യയും മകനും നാട്ടിലും, സന്തോഷ് മേനോൻ അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിലുമാണ്. ഒന്നിച്ചുള്ള ചിത്രങ്ങളോ ദൃശ്യങ്ങളോ നവ്യ നായർ പോസ്റ്റ് ചെയ്യാത്ത പക്ഷം പലവിധ ഊഹാപോഹങ്ങളും ഇന്റർനെറ്റിന് കീഴെ പ്രചരിച്ചു. നവ്യയും സന്തോഷും അവരുടെ കുടുംബങ്ങളും പങ്കെടുക്കാറുള്ള മകൻ സായി കൃഷ്ണയുടെ തീം ബർത്ത്ഡേ പാർട്ടികൾ കഴിഞ്ഞ 2 വർഷമായി ഇല്ല. മകന് ഇഷ്ടമുള്ള രീതിയിൽ അവൻ്റെ കൂട്ടുകാരോടൊപ്പമുള്ള ആ ദിവസം ആഘോഷിക്കട്ടെ എന്നാണ് അമ്മ നവ്യ നായരുടെ തീരുമാനം. അതിനാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലും സന്തോഷിനെ ആരും കണ്ടില്ല. ചലച്ചിത്ര നടിയായിട്ട് കൂടി സിനിമാ മേഖലയിൽ നിന്നും പങ്കാളിയെ കണ്ടെത്താതെ വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു നവ്യ നായരുടേത്. ആ കാലത്ത് കൂട്ടുകാരികളെല്ലാം 20കളുടെ ആദ്യ പകുതിയിൽ വിവാഹം ചെയ്തു പോകുന്ന കാഴ്ച കണ്ട് ഒരു ത്രില്ലിൽ താനും വിവാഹം ചെയ്തതാണെന്ന് നവ്യ പിൽക്കാലത്തൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിശാലമായ വീടും തൊടിയും കൂട്ടുകുടുംബവും ചേർന്ന സാഹചര്യത്തിൽ വളർന്ന നവ്യ എത്തപ്പെട്ടത് മുംബൈ നഗരത്തിലെ ഫ്ലാറ്റിലേക്കും ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാലത്തെ ഏകാന്തതയിലേക്കുമായിരുന്നു. മകന്റെ ജനനം കൂടി കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ പിന്നിട്ടതും നവ്യ വീണ്ടും അഭിനേത്രിയായിട്ടും റിയാലിറ്റി ഷോ അവതാരകയായും മടങ്ങിയെത്തി. താമസവും നാട്ടിലേക്ക് മാറ്റി. ഇവിടെ കിട്ടുന്ന അവസരങ്ങളെല്ലാം നവ്യ പ്രയോജനപ്പെടുത്തി. മാതങ്കി എന്ന പേരിൽ വീടിന്റെ മുകൾ നിലയിൽ നവ്യ ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ചു. എർത്ത് ബൈ നവ്യ എന്ന പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡും തുടങ്ങി. ഇടയ്ക്കിടെ ചങ്ങനാശ്ശേരിയിൽ താൻ മരുമകളായി കാലുകുത്തിയ വീട്ടിലെ പ്രധാന അവസരങ്ങളിലെല്ലാം നവ്യ എത്തിച്ചേർന്നു. അവിടെ അമ്മായിയമ്മയും നാത്തൂനും ഉൾപ്പെടുന്ന ബന്ധുജനങ്ങൾ നവ്യയെ സ്വീകരിച്ചു. തനിക്ക് വലിയ മകൾക്ക് ആ വീട്ടിൽ ഇന്നും ഒരു വലിയ സ്ഥാനം നിലനിർത്തിയ ആളാണ് അമ്മ. വീട്ടിലേക്ക് കയറി വരുന്നിടത്ത് ഒരു വലിയ ചിത്രം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നവ്യയും സന്തോഷ് മേനോനും അവരുടെ കൈക്കുഞ്ഞായ മകൻ സായി കൃഷ്ണയുമാണ്. വർഷങ്ങൾക്ക് മുൻപേ എടുത്ത കുടുംബചിത്രം കണ്ടുകൊണ്ടാണ് ആ വീട്ടിലേക്ക് ആരും കയറി വരിക. വീടിന്റെ പൂമുഖത്ത് തന്നെ മരുമകൾക്ക് ഇത്രയും പ്രാധാന്യം നൽകിയ അമ്മായിയമ്മ നവ്യയെ എത്രത്തോളം സ്നേഹിച്ചിരിക്കാം എന്നത് തന്നെയാണ് അവർ വിടവാങ്ങിയപ്പോൾ നവ്യയുടെ ഉള്ളിൽ നിന്നും അണപൊട്ടിയ വാക്കുകളും. അമ്മയുടെ ഒരു ഫോട്ടോയും എടുത്തുകൊണ്ടാണ് നവ്യ സന്തോഷ് മേനോന്റെ ആ വീട്ടിൽ നിന്നും അമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പടിയിറങ്ങിയത്. ആ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്.